ശിവനും പാർവതിയും വനത്തിലൂടെ സഞ്ചരിക്കുന്ന കാലം. ഒരിക്കൽ തന്റെ ഭക്തനായ മണ്ണൻ പൂജിക്കാനായി മരച്ചുവട്ടിൽ വച്ചിരുന്ന കള്ള് കണ്ട് ശിവൻ അത് കുടിക്കുകയും മത്ത് പിടിക്കുകയും ചെയ്തു. ശിവൻ ഇത്തരത്തിൽ കള്ളു കുടിച്ച് സ്വബോധമില്ലാതെ നൃത്തം ചെയ്യുന്നത് കണ്ട പാർവതിക്ക് അതിഷ്ടപ്പെട്ടില്ല. തുടർന്ന് പാർവതി തന്റെ മാന്ത്രിക ശക്തിയാൽ മരച്ചുവട്ടിൽ നിന്നിരുന്ന കള്ള് മരത്തിന്റെ മുകളിലേക്ക് മാറ്റി. പിന്നീട് കള്ള് കുടിക്കാനായി അവിടെ എത്തിയ ശിവൻ കള്ള് കാണാതെ ക്രുദ്ധനായി. കോപത്താൽ ശിവൻ തന്റെ തുടയിലടിച്ചു. ആ ആഘാതത്തിൽ നിന്നും ഒരു പുത്രൻ ജനിച്ചു. ഈ പുത്രനാണ് വയനാട്ടുകുളവൻ, ആദിദിവ്യൻ, ആദിതീയൻ. തുടയിൽ നിന്നാണ് ജനിച്ചത് എന്നതുകൊണ്ട് തുടച്ചൻ എന്ന് വിളിക്കപ്പെടുകയും പിന്നീട് അത് ലോപിച്ച് തൊണ്ടച്ചൻ എന്ന പേരാവുകയും ചെയ്തു. ജനിച്ചയുടൻ തന്നെ മരത്തിന്റെ മുകളിൽ നിന്നും കള്ളെടുത്തു നൽകാൻ ശിവൻ മകനോട് ആവശ്യപ്പെട്ടു. മകന്റെ ആയുധമായി വില്ലും അമ്പും നൽകുകയും ചെയ്തു. എന്നാൽ മരത്തിന്റെ മുകളിൽ കയറി കള്ള് ശേഖരിക്കവേ കുലവൻ തനിക്ക് കിട്ടിയ കള്ളിൽ കുറച്ച് സ്വന്തമായി കുടിക്കുകയും ഇത് ശിവനെ കോപിപ്പിക്കുകയും ചെയ്തു. ശിവന്റെ ശാപം മൂലം കുലവന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടുവെന്നും പിന്നീട് പരാതി കേട്ട് ശിവൻ മകന് വെള്ളിമിരികൾ, വെള്ളി കണ്ണുകൾ പ്രസാദമായി നൽകി വയനാട്ടിലേക്ക് അയച്ചു എന്നുമാണ് കഥ.